ഹലോ, എൻ്റെ പേര് അനന്തു എന്നാണ്. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹോം ഓട്ടോമേഷൻ ആണ്. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ നമ്മുടെ ഇൻസ്റ്റാലൈൻ ടീമിനോട് ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഹോം ഓട്ടോമേഷൻ എന്നുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റംസ് എല്ലാം പുതിയ പുതിയ സിസ്റ്റംസ് ആണ്. ഓരോ ടൈമിലും ഓരോ ഡേയിലും പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ സിസ്റ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വീടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നോക്കുന്ന ടെക് ഗാഡ്ജറ്റ്സിൽ, അല്ലെങ്കിൽ ടെക് പേജസിൽ എല്ലാം കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട് വളരെ പേസിൽ അപ്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും നോക്കി കാണുന്നത്. അപ്പോൾ നമ്മുടെ കേരളം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എല്ലാം ഒരു ബിഗ് മാർക്കറ്റാണ് ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ എല്ലാ സിസ്റ്റംസും കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ തന്നെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഹോം ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊരു ആർഭാടമായിട്ട് കണ്ടിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ എല്ലാവരുടെയും ഒരു നെസസിറ്റിയുടെ പാർട്ടായിട്ടാണ് ആക്ച്വലി ഹോം ഓട്ടോമേഷൻ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീടിൻ്റെ പുറമേ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വീടിനെ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ഗേറ്റാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലെല്ലാം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ട്രെൻഡിൽ പെടുന്നതാണ് ഗേറ്റ് ഓട്ടോമേഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരാൾ വീടിൻ്റെ ഫുൾ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഒരു ഗേറ്റ് ഓട്ടോമേഷൻ ആളുടെ ഒരു ഐഡിയയിൽ, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൽ നമ്മളോട് പലരോടും, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാൻ പറ്റണം. ഓക്കെ, അതല്ല ഇപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് ആണെങ്കിൽ പോലും അതിനുള്ളൊരു പ്രൊവിഷൻ എന്നുള്ള നിലയിൽ ഭാവിയിൽ അത് ആഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനായിട്ടെങ്കിലും ചെയ്തിടുന്നൊരു സംഭവമാണ് ആക്ച്വലി ഗേറ്റ് ഓട്ടോമേഷൻ. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇപ്പോൾ വീടിനകത്തിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് നമുക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ തുറന്നു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി വന്നിട്ട് നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റൊക്കെ തുറക്കുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ബേസിക്കലി നമ്മുടെ വണ്ടിയുടെ അകത്തുനിന്ന് തന്നെ ഫോൺ യൂസ് ചെയ്തിട്ടോ റിമോട്ട് യൂസ് ചെയ്തിട്ടോ എല്ലാം ഈ ഗേറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീടിൻ്റെ അകത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വിച്ച് യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഗേറ്റായിട്ട് ബന്ധപ്പെട്ട് അത് കിടക്കുന്ന വേറൊരു കാര്യമാണ് വീഡിയോ ഡോർ ഫോൺ. ഓക്കെ, അപ്പോൾ വീഡിയോ ഡോർ ഫോൺ നോക്കി പുറത്ത് ആരാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ആ ഗേറ്റ് തുറന്നു കൊടുക്കാനും എല്ലാത്തിനും ഉപകാരപ്പെടും. അതായത് വീഡിയോ ഡോർ ഫോണിൽ നിന്ന് തന്നെ തുറന്നു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഒരു മാനുവൽ സ്വിച്ച് വീഡിയോ ഡോർ ഫോണിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗേറ്റിനെ തുറന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് സിസ്റ്റം ഓട്ടോമേഷനിൽ വരുന്ന രണ്ട് മെയിൻ പാർട്സ്, ഒന്ന് ഗേറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ വീഡിയോ ഡോർ ഫോൺ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, CCTV. CCTVs ചെയ്യാത്ത വീടുകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഒരുവിധം നമ്മുടെ എല്ലാ വീടുകളുടെയും ഒരു ഇൻ്റഗ്രൽ പാർട്ടായി മാറിയിട്ടുണ്ട് CCTV. ഓക്കെ, അപ്പോൾ CCTV കൊണ്ടുള്ള ഉപയോഗങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ബേസിക്കലി നമുക്ക് നമ്മുടെ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും റിയൽ ടൈമിൽ എല്ലാ കാര്യങ്ങളും സ്ട്രീം ചെയ്യാനും, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇൻട്രൂഡേഴ്സ് വന്ന് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് ആക്ച്വലി CCTVs. പിന്നെ അടുത്തതിൻ്റെ കൂടെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂർഡ് ആവണം എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് വരുന്നതാണ് നമ്മുടെ സെൻസേഴ്സിൻ്റെ പാർട്ട്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗേറ്റ്, CCTV, വീഡിയോ ഡോർ ഫോൺ, അതുപോലെ സെൻസേഴ്സ്. സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഔട്ട് സൈഡിൽ പല സെൻസേഴ്സ് പല ടൈപ്പ് ഉണ്ട്. മോഷൻ സെൻസേഴ്സ്, അതായത് PIR ബേസ്ഡ് മോഷൻ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ബീം സെൻസേഴ്സ്, PIRൽ തന്നെ നോക്കിയിരുന്ന ബീം സെൻസേഴ്സ് വരുന്നുണ്ട്. പെരിമീറ്ററിൽ വരുന്ന സെൻസേഴ്സ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഗ്ലാസ് വരുന്ന ഏരിയാസിൽ ഗ്ലാസ്സിന് പ്രൊട്ടക്ഷനായിട്ട് ഗ്ലാസ് ബ്രേക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതേപോലെ ബീം സെൻസർ തന്നെ ഗ്ലാസ്സിന് പ്രൊട്ടക്ഷനായിട്ടും
കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്. പിന്നെ ഡോർ കോണ്ടാക്ട് സെൻസേഴ്സ്, അതായത് നമ്മുടെ ബാൽക്കണിയിലോട്ടുള്ള ഡോർസ്, മെയിൻ ഡോറ്, കിച്ചൻ്റെ പുറകിലോട്ടുള്ള ഡോറ്, അങ്ങനെ എല്ലാ ഡോർസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെക്യൂർഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സി സി ടി വിയും സെൻസറിൻ്റെയും തമ്മിലുള്ള ബേസിക്കലി സി സി ടി വി മാത്രം മതിയില്ലേ എന്നെല്ലാവരും ചോദിക്കാറുള്ളൊരു സംഭവമാണ്. ബേസിക്കലി സി സി ടി വി മതി, പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രൂഡർ കയറി കഴിഞ്ഞ് അത് ആരാണെന്ന് അറിയാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് ആക്ച്വലി സി സി ടി വി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സെൻസേഴ്സ് അഡീഷണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആൾ കയറുമ്പോൾ തന്നെ അത് നമുക്ക് അറിയാനുള്ളൊരു സിസ്റ്റമാണല്ലോ. അതായത് ഒരു ഇൻട്രൂഡർ വരുന്നു, അത് ആ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നു, അലാം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ പോകുന്നു, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ചെല്ലുന്നു. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രിഗറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമൽ കോസ്റ്റിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടും. അതായത് ഇപ്പോൾ അത് പറയുകയാണ്, ഇപ്പോൾ ഒരു ഫുള്ളി ഗ്രില്ലൊന്നും വരുന്നില്ല, ഫുൾ ടഫ് ഗ്ലാസ് ആയിരിക്കും, ഫുൾ ഫിക്സഡ് ഗ്ലാസ് ആയിരിക്കും. നമ്മൾ എത്ര ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാലും അത് ചെയ്ത ആൾക്ക് അതിൻ്റെ ഭംഗിയുടെ ഫീൽ അയാൾ ഈ പറഞ്ഞ പോലെ ഫുൾ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും. ബട്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും സെക്യൂരിറ്റി ഒരു കൺസേൺ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ആ ഗ്ലാസ് ആരെങ്കിലും പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കേസസിലാണ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പാർട്ട് ഒരു അത്യാവശ്യമായിട്ട് വന്ന് ചേരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഔട്ട് സൈഡിൽ തന്നെ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ടാവും ചില വീടുകളിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ വാട്ടർ ബോഡീസോ പ്ലാന്റർ ബോഡീസോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്ക് ബേസിക്കലി വരുന്ന ക്ലയൻസിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഫിൽട്രേഷൻ, അതിൻ്റെ ഡ്രെയിനിങ്, വീണ്ടും വാട്ടർ ഫില്ല് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ബേസിക്കലി ഇതൊരു ഓട്ടോമേഷൻ്റെ പാർട്ടായിട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇന്ന സമയത്ത് ഓൺ ആവുക, ഇന്ന സമയത്ത് ഓഫ് ആവുക, അതായത് അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ മോട്ടർ, അതുപോലെ അതിൻ്റെ വാട്ടറിൻ്റെ ഡ്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസും സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ നിലവിൽ ഓട്ടോമേഷൻസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നൊരു പാർട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്പ്രിങ്ക്ലേഴ്സ്. ഓക്കെ, അപ്പോൾ സ്പ്രിങ്ക്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അത് വർക്ക് ചെയ്യുക, ഇന്ന സമയമാകുമ്പോൾ അത് ഓഫ് ആവുക, അല്ലെങ്കിൽ മഴ ഉള്ളപ്പോൾ സ്പ്രിങ്ക്ലേഴ്സ് ഓഫായിട്ടിരിക്കുക, മഴയില്ലാത്ത കുറച്ചും കൂടി ഒരു ഡ്രൈ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ്ലി ഇന്ന ടൈമിൽ ഇത്ര നേരം വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NRI ക്ലയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിവിടെയൊന്നും ഇല്ല. അപ്പോൾ നാട്ടിലുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഓൺ ദ ഗോ അവർക്ക് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അവരുടെ ഹോം. അതായത് അവരവരുടെ ഹോമിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ഹോം അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു ബേസിക്കലി ഔട്ട്സൈഡ് പാർട്ടിൽ വരുന്ന മേജർ കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഇൻസൈഡ് പോർഷനിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ എൻട്രി ഡോറ് വരുന്നു. അപ്പോൾ ആ ഡോറ് ഇപ്പോൾ ചില ക്ലയൻസിൻ്റെ ഇൻട്രസ്റ്റ് സാധാരണ ഒരു ലോക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഡോർ ലോക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും മെയിൻ എൻട്രി ഡോറിൽ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമ്മുടെ സാധാരണ കീ യൂസ് ചെയ്ത് നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തുറക്കാൻ പറ്റും. നമുക്കൊരു പാസ്കോഡ് വെച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു പിൻ വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള RF കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമ്മുടെ ഡോറെല്ലാം തുറന്നു കൊടുക്കാനെല്ലാം സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ മക്കളാരെങ്കിലും ട്യൂഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞോ വരുന്നു, അവരുടെ കീ ഇല്ല, അപ്പോൾ ബേസിക്കലി വീട്ടിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനും കൂടിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുറമേ നിന്ന് തന്നെ ആ ഡോറ് ഓപ്പൺ ആക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് അടച്ചു വയ്ക്കാനും എല്ലാം സാധിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ടൈംലി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺസിഡർ ചെയ്യുന്നവരുണ്ട്. പിന്നെ അകത്തോട്ട് വീണ്ടും നമ്മൾ കയറുമ്പോഴത്തേക്കും വരുന്ന ഇൻറ്റഗ്രൽ പാർട്സ് ആണ് ലൈറ്റ്സ്. അതുപോലെ പല ടൈപ്പ് ലൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വാം, അല്ലെങ്കിൽ കൂള്, അല്ലെങ്കിൽ ന്യൂട്രൽ, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫാൻ,
ഫാൻ തന്നെ പല ടൈപ്പുകൾ വരുന്നുണ്ട്, എ സി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളിലെ കേർട്ടൻസ് ഇപ്പോൾ എല്ലാ ഏരിയയിലും ഓട്ടോമേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയാസിലൊക്കെ കേർട്ടൻസ് ഒക്കെ ബേസിക്കലി നമുക്ക് മൂവ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഹൈറ്റ് കൂടിയത് കൊണ്ട് താഴെ നിന്ന് ആക്സസ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ആ ഏരിയാസിലെ കേർട്ടൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോട്ടറൈസ്ഡ് ആയിട്ട് കൊടുക്കുമ്പോൾ അഡ്വാൻറ്റേജസ് പലതുണ്ട്. അതിലൂടെ നമുക്ക് വരാം കേർട്ടൻസിൻ്റെ കേസസിൽ. അതുപോലെ വരുന്ന സിസ്റ്റംസ് ആണ് വീടിനുള്ളിൽ വരുന്ന സ്പീക്കേഴ്സ്. അതുപോലെ ഹോം തിയേറ്റർ വന്നിട്ട് ഹോം തിയേറ്ററിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളിപ്പോഴും പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. ഓട്ടോമേഷനിൽ വരുന്ന മേജർ ഒരു സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രോയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബേസിക് ലെവൽ ഓഫ് ഓട്ടോമേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നിപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഹോം ഓട്ടോമേഷൻ സിസ്റ്റംസിൽ വരുന്നതാണ് KNXഉം അതുപോലെ DCSഉം അതുപോലെ ഇൻസേർട്ടിംഗ് മൊഡ്യൂൾസും എന്ന് പറഞ്ഞൊരു സിസ്റ്റവും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല സിസ്റ്റംസ് ഉണ്ട്. വൈഫൈ ടച്ച് സ്വിച്ചസ് ഉണ്ട്, ജസ്റ്റ് അലക്സ ബേസ് ചെയ്ത് എനേബിൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പല പല സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, പലതും പല പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ്. പല പല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസിനും എല്ലാത്തിനും ഉണ്ട്. എന്നാലും കുറച്ച് പോപ്പുലറായിട്ട് ഇപ്പോൾ മാർക്കറ്റിലെ ട്രെൻഡിങ് അനുസരിച്ചിട്ട് ഉണ്ടായിരുന്ന സിസ്റ്റം ഇപ്പോൾ DCS സിസ്റ്റം എല്ലാം കുറച്ചും കൂടി സിംപ്ലറായിട്ട് വരുന്നതാണ്. KNX കുറച്ച് നാൾ മുന്നേ തൊട്ട് ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് KNX എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യലി ആണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി KNX സിസ്റ്റം എന്ന് പറഞ്ഞാൽ. കൊമേഴ്ഷ്യലി കുറച്ചും കൂടി റീച്ചിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. വീടുകൾക്ക് കുറച്ചും കൂടി റീച്ചിൽ ഇപ്പോൾ DCS സിസ്റ്റം ആകുമ്പോഴത്തേക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്കും അതുപോലെ ഇലക്ട്രീഷ്യൻസിനും ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനും എല്ലാം കുറച്ചും കൂടി സിംപ്ലറായിട്ട് നമ്മുടെ നോർമൽ വയറിങ്ങിലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ KNX സിസ്റ്റത്തിൽ ബേസിക്കലി നമ്മൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കാണാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ DBs ഉണ്ടാവും. നമ്മുടെ നോർമൽ സാധാരണ വയറിങ്ങിൽ ഉണ്ടാവുന്ന പോലെ ഇലക്ട്രിക്കൽ DBs ഉണ്ടാവും. അതുപോലെ ഓട്ടോമേഷൻ DBs ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ ഏരിയ എല്ലാം അനുസരിച്ചിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കൽ DBs മൾട്ടിപ്പിൾ ഇലക്ട്രിക്കൽ DBs ഉള്ള പോലെ മൾട്ടിപ്പിൾ ഓട്ടോമേഷൻ DBസും നമ്മൾ അഡീഷണലി വീട്ടിൽ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ DBയും ഓട്ടോമേഷൻ DBയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ എല്ലാ ലൈറ്റ്സ്, ഫാൻ, AC, കേർട്ടൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓട്ടോമേഷൻ DB ആയിട്ടായിരിക്കും കണക്റ്റഡ് ആവുക. അതുപോലെ സ്വിച്ചസിന് പകരം വരുന്ന ഇൻ്റർഫേസ്, അതായത് ടച്ച് പാനൽസ് ആയിരിക്കുമല്ലോ സ്വിച്ചസിന് പകരം വരുന്നത്. ചിലർക്ക് സ്വിച്ച് ആയിരിക്കാം, ചിലത് ടച്ച് പാനൽസ് ആയിരിക്കാം ചില സിസ്റ്റത്തിൽ. അതായത് KNXൽ തന്നെ പല പല സിസ്റ്റത്തിൽ വരുന്ന ടച്ച് ആവാം അല്ലെങ്കിൽ സ്വിച്ച് ആവാം. അപ്പോൾ ബേസിക്കലി ഈ ടച്ച് പാനൽസ് എല്ലാം കണക്റ്റഡ് ആവുന്നത് ഓട്ടോമേഷൻ DBയിലോട്ടായിരിക്കും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവുന്നത്. അതായത് ഡയറക്റ്റ് ലൈറ്റിൽ നിന്നോ ഫാനിൽ നിന്നോ ആയിരിക്കില്ല ഈ ടച്ച് പാനലിൻ്റെ കണക്ഷൻ പോകുന്നത്. നമ്മുടെ ഓട്ടോമേഷൻ DBയിലോട്ടായിരിക്കും കണക്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. ഇലക്ട്രിക്കൽ DBയിൽ നിന്ന് ഓട്ടോമേഷൻ DBയിലോട്ടുള്ള വയറിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്ന വയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഫാനിൻ്റെ, ലൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും വീണ്ടും ഓട്ടോമേഷൻ DBയിലോട്ട് നമ്മൾ വയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ഈ പറയുന്ന ടച്ച് പാനലും ഓട്ടോമേഷൻ DBയും നമ്മൾ CAT6 കേബിൾ, LAN കേബിളൊക്കെ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക്കലി ഒരു KNXൻ്റെ ഒരു സർട്ടിഫൈഡ് എഞ്ചിനീയറോ അല്ലെങ്കിൽ KNXൻ്റെ ടെക്നീഷ്യന്മാരോ വന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി ആണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രീഷ്യന് അവർ തരുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സാധനങ്ങൾ എത്തിച്ചിടാൻ പറ്റും. ബട്ട് ഫുള്ളി ടേക്കപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരു നോർമലി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ഇലക്ട്രീഷ്യൻ തന്നെ വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. കാരണം ഈ പറഞ്ഞ പോലെ CAT6 എല്ലാം വലിച്ച് കറക്റ്റായിട്ട് ഇടണം. അതുപോലെ ഓട്ടോമേഷൻ DB ടു ഇലക്ട്രിക്കൽ DB അതുപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ ടെക്നിക്കൽ ഡിപ്പെൻഡൻസി കുറച്ചും കൂടി കൂടുതൽ വന്നേക്കാവുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി KNX സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ വരുന്ന സിസ്റ്റം ത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷൻ DB എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ഓട്ടോമേഷൻ DBയിൽ ഉണ്ടാവുന്ന ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പവർ സപ്ലൈ ഉണ്ടാവും.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിച്ചിന് പകരം വെക്കുന്ന ടച്ച് പാനൽസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ടച്ച് പാനൽസിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ പോകുന്നത് ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓട്ടോമേഷൻ ഡി ബിയിൽ നിന്നായിരിക്കും ഈ പറയുന്ന പവർ സപ്ലൈ നമ്മൾ എടുക്കുന്നുണ്ടാവുക. അതുപോലെ ആക്ച്വേറ്റേഴ്സ് ഉണ്ടാവും. അതായത് പവർ സപ്ലൈ കൂടാണ്ട് നമ്മുടെ ഓട്ടോമേഷൻ ഡി ബിയിൽ ആക്ച്വേറ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒന്നുമില്ല, അതായത് നമ്മുടെ ലൈറ്റ്, ഫാന്, എ സി എല്ലാം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ടച്ച് ഇൻ്റർഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഓൺ ആവുന്നത് ഈ പറയുന്ന ഓട്ടോമേഷൻ ഡി ബിയിലായിരിക്കും, അല്ലാണ്ട് സ്വിച്ചിൻ്റെ ബാക്കിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ ടച്ച് പാനലിൻ്റെ ബാക്കിലായിരിക്കില്ല ആക്ച്വലി അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ബേസിക്കലി നമ്മൾ നേരത്തെ വിളിച്ച ലാൻ കേബിൾ, കാറ്റ് കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓട്ടോമേഷൻ ഡി ബിയിൽ ഇരിക്കുന്ന ഈ ആക്ച്വേറ്റേഴ്സ് ആണ് ഈ പറയുന്ന ലൈറ്റിനെയും ഫാനിനെയും എ സിനെയും എല്ലാം ഓൺ ആക്കുന്നത്. അതായത് ബേസിക്കലി ഒരു സെൻട്രലൈസ്ഡ് ഡി ബിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ആ സെൻട്രലൈസ്ഡ്, അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമിൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ ഇപ്പോൾ എന്ത് ഇൻ്റഗ്രേഷൻ വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഫാൻ്റെ റെഗുലേറ്റർ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഒരു മൊഡ്യൂളായിരിക്കും ആ ഡി ബിയിൽ വരുന്നുണ്ടാവുക. നമുക്ക് ഓഫ് കോഴ്സ് ഇൻ്റർഫേസിൽ നിന്ന് ഫാൻ്റെ സ്പീഡ് എല്ലാം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ടച്ച് സ്ക്രീനിൽ നിന്ന് ഓടുന്നു പറ്റും. പക്ഷേ ആക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻ സംഭവിക്കുന്നത് ഈ പറയുന്ന നമ്മൾ അഡീഷണലി വയ്ക്കുന്ന ഓട്ടോമേഷൻ ഡി ബിസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ നമ്മുടെ KNX സിസ്റ്റത്തിൻ്റെ റൂട്ടർ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും, അതായത് ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് മൊഡ്യൂള് വരുന്നുണ്ടാവും. അതുപോലെ ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് ഡിം ആക്കാനും ബ്രൈറ്റ് ആക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ആക്ച്വലി ഡാലി. ഓക്കെ, അപ്പോൾ ഡാലി ഈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്, ലൈറ്റ്സിന് നമുക്ക് ഡിം ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോളേഴ്സ് എല്ലാം ആ ഡി ബിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കേർട്ടൻസ് എല്ലാം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേർട്ടൻസ് കാര്യങ്ങളുടെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾസ് എല്ലാം നമുക്ക് ഇൻ്റർഫേസിൽ നിന്ന് പോസിബിൾ ആണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗേറ്റ് വേ, അതാണ് ഷെയ്ഡിങ് മൊഡ്യൂളിൻ്റെ ഗേറ്റ് വേ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഓട്ടോമേഷൻ ഡി ബിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പവർ സപ്ലൈ ഫോർ KNXൻ്റെ ബസ്സിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓട്ടോമേഷൻ ഡി ബിയിലായിരിക്കും ഉണ്ടാവുക. ആ സപ്ലൈ ആണ് ആക്ച്വലി നമ്മൾ ടച്ച് പാനൽസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ റൂട്ടർ കാര്യങ്ങൾ, KNX to IP റൂട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ സിസ്റ്റത്തിൽ. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്. അതുകൂടാണ്ട് കുറച്ചും കൂടി സിമ്പിളാണ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ്, എല്ലാവർക്കും കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ഡി ബി ഉണ്ട്. സാധാരണ നോർമൽ വയറിങ്ങിൽ കാണുന്ന ഇലക്ട്രിക്കൽ ഡി ബി ഇപ്പോൾ നമ്മുടെ DCS സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡി ബി ഉണ്ട്. പിന്നെ വരുന്നത് ടച്ച് പാനൽ പ്ലസ് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. മറ്റേതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓട്ടോമേഷൻ ഡി ബിയിലാണ് ഈ പറയുന്ന എല്ലാ ആക്ച്വേറ്ററുകളും, സെപ്പറേറ്റ് ഗേറ്റ് വേസ്, നമ്മുടെ കേർട്ടൻ്റെ ആയിക്കോട്ടെ, ഷട്ടറിൻ്റെ ആയിക്കോട്ടെ, സ്പ്രിംഗ്ലറിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനുള്ള ഗേറ്റ് വേസ് സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ DCS സിസ്റ്റം ആകുമ്പോഴേക്കും ഇപ്പോൾ ടച്ചും അതുപോലെ തന്നെ ആക്ച്വേറ്റേഴ്സും എല്ലാം ഒരു സിംഗിൾ ഏരിയയിൽ തന്നെ അതായത് പല പല ഏരിയയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഓട്ടോണമസ് കൺട്രോളേഴ്സ് ഉണ്ടാവും, അല്ലാണ്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോളർ ആയിരിക്കില്ല. ഓട്ടോണമസ് കൺട്രോളേഴ്സ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് മെറ്റൽ ബോക്സിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ട് തന്നെ ഓട്ടോണമസ് കൺട്രോളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോർമൽ മെറ്റൽ ബോക്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ തന്നെ ആക്ച്വലി ഫ്രണ്ട് പോർഷനിൽ നല്ല ടച്ച് പാനൽസ് ആയിരിക്കും വരുന്നത്. അതുപോലെ ബാക്ക് പോർഷനിൽ വന്നിട്ട് നമ്മുടെ സാധാരണ നോർമൽ വയേഴ്സ് കണക്ട് ചെയ്യാവുന്ന, അതായത് ചെറിയ ചെറിയ ഡി ബി നമ്മൾ ഓരോ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വയ്ക്കുന്ന പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ടാവും, ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാ ഗേറ്റ് വേസ് കാര്യങ്ങൾ ആ സിസ്റ്റത്തിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ ലൈറ്റ് ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, കേർട്ടൻസ് ആയിക്കോട്ടെ, ഷട്ടേഴ്സ് ആയിക്കോട്ടെ, സ്പ്രിംഗ്ലേഴ്സ് ആയിക്കോട്ടെ,
എന്ത് കാര്യങ്ങളും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് സാധാരണ നോർമൽ വയറിംഗ് മതി, സാധാരണ ഉപയോഗിക്കുന്ന മെറ്റൽ ബോക്സസ് കാര്യങ്ങൾ മതി. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റവും കൺട്രോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം, KNS എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ആയി, ഇതാകുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അപ്പോൾ കുറച്ചും കൂടി ഫോൾട്ട് എല്ലാം എന്തെങ്കിലും ചെറിയ ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതുപോലെ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ പോലെ ബാധിക്കില്ല ഒരിക്കലും. എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് നമുക്കെല്ലാം വളരെ സിമ്പിളായിട്ട് റെക്ടിഫൈ ചെയ്യാനെല്ലാം സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി DCS ടെക്നോളജിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ലൈറ്റിംഗ് ഓട്ടോമേഷൻ എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റിംഗ് ഓട്ടോമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലൈറ്റിൻ്റെ ഓൺ ഓഫ് മാത്രം അല്ല. ഓക്കെ, നമുക്ക് ലൈറ്റുകളുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ബെഡ്റൂമിൽ നമുക്ക് പല ടൈമിൽ പല മൂഡ് സെറ്റിങ്സ് ആയിരിക്കും വേണ്ടിയത്. അപ്പോൾ നമ്മുടെ ഒരു രാവിലെ നമ്മൾ ഇപ്പോൾ എണീക്കുമ്പോഴത്തേക്കും ഒരു ഫുൾ ബ്രൈറ്റ് ആയിട്ട് ഉള്ള ലൈറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എണീക്കാൻ എന്താ പറയുക, എണീക്കുമ്പോൾ തന്നെ കണ്ണടച്ചായിരിക്കും നമ്മൾ എണീറ്റ് വരും. പക്ഷേ ഗ്രാജുവലി നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ലൈറ്റ്, അത് പയ്യെ കുറച്ചും കൂടി ലൈറ്റ് വന്നു, അങ്ങനെ ഒരു തീമിൽ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് ലൈറ്റ് പയ്യെ 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 ഡിമ്മായി വരുന്നു, നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈറ്റ് കംപ്ലീറ്റ് ഡിമ്മായി ഓഫ് ആവുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പല ആൾക്കാർക്ക് പല ഒരു താല്പര്യങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളുടെ റൂമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഒരു ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ബ്രൈറ്റ്നസ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്രൈറ്റ്നസ് നമുക്ക് ബേസിക്കലി DCS ടെക്നോളജിയിലൊക്കെ ആണെങ്കിലും ഞാൻ ആക്ച്വലി കൂടുതലും DCS ടെക്നോളജിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലൈറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഡാലി അങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ തന്നെ ഫുള്ളി വേണമെന്നില്ല സിസ്റ്റം പോലെ. പക്ഷേ നമുക്ക് പല പല വേറെ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടച്ച് പാനൽസിൽ തന്നെ ഡയറക്റ്റ് ഈ പറയുന്ന ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എല്ലാം കൺട്രോൾ ചെയ്യാനും അതുപോലെ എല്ലാ കാര്യങ്ങളും ടച്ച് പാനൽസിൽ നിന്ന് തന്നെ ഡിസൈനർ ടച്ച് പാനൽസിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ കസ്റ്റം സീൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ റൈറ്റ് ലൈറ്റിങ് ആംബിയൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. കസ്റ്റം തീംസും അതുപോലെ ഓരോ റൂമിലെ മൂഡ് സെറ്റിങ്സ് എല്ലാം ലൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലൈറ്റ്സ്, പുറത്തുള്ള ലൈറ്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് രാത്രി ത്രൂ ഔട്ട് കത്തി കിടക്കുന്ന ലൈറ്റ്സ്, അതുപോലെ തന്നെ രാത്രി ഒരു വൈകുന്നേരം ഒരു 6 PM to 10 PM വരെ കത്തി കിടക്കുന്ന ലൈറ്റ്സ്, 10 PM to രാവിലെ വരെ കത്തി കിടക്കുന്ന ലൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും എല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ലൈറ്റിംഗ് ഓട്ടോമേഷൻ്റെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പല കളർ തീംസൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫിലിപ്സിൻ്റെ ഹ്യൂ ഒക്കെ വരുന്ന മോഡൽസിലൊക്കെ പല പല കളറുകൾ എല്ലാം RGB കൺട്രോൾസ് കാര്യങ്ങൾ, സ്ട്രിപ്പുകൾ, അങ്ങനെ പല പല സംഭവങ്ങൾ ലൈറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് ആക്ച്വലി വരുന്നുണ്ട്. ലൈറ്റിംഗ് ഓട്ടോമേഷൻ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ് നമ്മുടെ ഓട്ടോമേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CCTV അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ആപ്പിൽ കൂടി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോർ ലോക്ക് എല്ലാം നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ CCTVs കാര്യങ്ങളെല്ലാം നമ്മുടെ സിസ്റ്റമായിട്ട് DCS ടെക്നോളജി ആയിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ സെക്യൂരിറ്റി സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിലും ഗ്ലാസ് ബ്രേക്ക് സെൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും രണ്ട് ടെക്നോളജിയിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അലേർട്സ് കസ്റ്റമൈസ് ചെയ്തുള്ള അലേർട്സ് കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രൂഷനെയും എല്ലാ കാര്യങ്ങളെയും നമുക്ക് അലേർട്സ് ആയിട്ടും അതുപോലെ തന്നെ പല പല ആൾക്കാരുടെ മൊബൈലിലോട്ട് അലേർട്സ് ചെല്ലുന്ന രീതിയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് നമ്മുടെ സെക്യൂരിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്.
പിന്നെ ഹോം തിയേറ്റർ ഓട്ടോമേഷൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ ആയിട്ട് വരുന്ന പാർട്ടാണ് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക, ലൈറ്റിങ്ങിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക. നമ്മൾ ഒരു ഹോം തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പ്രൊജക്ടർ താഴത്തോട്ട് വരിക, നമ്മുടെ കേർട്ടൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുക, ലൈറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിം ആവുക, എ സി ഓട്ടോമാറ്റിക്കലി ഓൺ ആവുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീൻ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള എ സിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്ടറിനെല്ലാം നമുക്ക് വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ മാനുവലി നമ്മുടെ ടച്ച് പാനൽസ് യൂസ് ചെയ്തിട്ടും എല്ലാം കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഹോം തിയേറ്റർ ഓട്ടോമേഷൻസിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ കേർട്ടൺ ഓട്ടോമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേർട്ടൻസ് ഒന്നില്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ചെയ്യുന്ന ലിവിങ് ഏരിയാസ്, അതുപോലെ ഹോം തിയേറ്റർ ഏരിയാസ്, അങ്ങനത്തെ ഏരിയാസിലെല്ലാം പ്രിഫറബിളി നമുക്ക് ക്ലയൻസിനോട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ് കേർട്ടൺ ഓട്ടോമേഷൻ. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയാസിൽ, വലിയ കേർട്ടൻസ് വരുന്ന ഏരിയാസിലൊക്കെ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്തുകൊണ്ടും മികച്ചത് മോട്ടറൈസ്ഡ് കേർട്ടൻസ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം ഇപ്പോൾ ഈ കേർട്ടൺ ഓട്ടോമേഷൻ, ഗേറ്റ് ഓട്ടോമേഷൻ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കംപ്ലൈൻ്റ് ആവില്ലേ, ഇതെല്ലാം എപ്പോഴും പ്രാക്ടിക്കലാണോ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ്ലി അല്ലേ. ഒരു പരിധി വരെ നമുക്ക് ഈ കംപ്ലൈൻസ് എല്ലാം കുറയ്ക്കാൻ പറ്റും. അതായത് ബേസിക്കലി ആദ്യമേ തന്നെ ചാടിക്കയറി ഒരു മോട്ടർ ഫിക്സ് ചെയ്യുക ആണ്ട് ആദ്യമേ വെയിറ്റ് ചെയ്യുക. അതായത് ഗേറ്റിൻ്റെ പണി കഴിഞ്ഞ് ഗേറ്റിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഫൈനലായതിനു ശേഷം അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മോട്ടർ എടുക്കുക. ചിലപ്പോൾ 500 kg മോട്ടർ മതിയാവും, ചിലപ്പോൾ ഒരു ടണ്ണിൻ്റെ മോട്ടർ ആയിരിക്കും വേണ്ടി വരിക. നമുക്ക് ആദ്യമേ അറിയില്ലല്ലോ. ഒരു റഫ്ലി നമുക്ക് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ഗേറ്റിന് പറ്റിയ മോട്ടർ, അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള മോട്ടർ എടുക്കുക. അതുപോലെ കേർട്ടൻ്റെ മോട്ടർ ആണെന്നുണ്ടെങ്കിലും ഫാബ്രിക് പല ആൾക്കാർ പല ടൈപ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലർ വളരെ സിമ്പിളായിട്ടുള്ള ക്ലോത്ത്സോ അല്ലെങ്കിൽ ബ്ലൈൻഡ്സോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് ചിലവർ ഫുൾ ബ്ലാക്ക് ഔട്ട് കേർട്ടൻസ്, നല്ല തിക്കായിട്ടുള്ള കേർട്ടൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പറ്റിയ മോട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇത് സംഭവിക്കുന്നത് ആദ്യം മോട്ടർ ഫിക്സ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേട്ടൻ പോയി എടുക്കും, അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ ഗേറ്റ് റെഡിയാക്കും. അപ്പോൾ കുറച്ച് നാൾ കഷ്ടപ്പെട്ടവൻ അത് വലിച്ചു കൊണ്ടുപോകും. പിന്നെ അത് ആക്ച്വലി അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ ഫോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ഫീൽ അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കേർട്ടൻസ് എല്ലാം നമ്മൾ മോട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വോയിസ് എല്ലാം യൂസ് ചെയ്തിട്ട് വോയിസ് കമാൻഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് സംസാരിച്ചുകൊണ്ട് കേർട്ടൻസ് എല്ലാം ഓപ്പൺ ആക്കാം, ക്ലോസ് ആക്കാം. അതുപോലെ ഇപ്പോൾ DCS ടെക്നോളജി, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത് കുറച്ചും കൂടി എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും ആ ഒരു ടെക്നോളജിയിലാണ്. അപ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ വയറിങ്ങിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും, അതുപോലെ കുറേയധികം ഫീച്ചേഴ്സും കുറേയധികം ഇൻറ്റഗ്രേഷൻസും പോസിബിൾ ആണ്. അത് വയേർഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻസും വയർലെസ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻസും പോസിബിൾ ആണ്. അതായത് വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വയറിങ്ങിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പുറത്ത് പല പ്ലാറ്റ്ഫോംസ്, അതായത് ഒരു സ്വിച്ച് ബേസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സേ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സാംസങ് അല്ലെങ്കിൽ ഷവമി അല്ലെങ്കിൽ ഗെയിലിൻ്റെ ഡോർ ലോക്ക്, ഇവരെല്ലാവരും കുറച്ചും കൂടി പല പല പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സിഗ്ബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇറക്കും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ടെക്നോളജിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് എല്ലാം നമ്മുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ചില ചില ഓപ്ഷൻസ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ സെൻസേഴ്സ്, അതുപോലെ ഗെയിലിൻ്റെ ഡോർ ലോക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയിൽ വരുന്നൊരു സംഭവമാണ്, ഒരു ഫീച്ചറാണ് സൺറൈസ് ബേസ്ഡ് ഓട്ടോമേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതായത് കേർട്ടൻസ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും രാവിലെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നു, അവിടുത്തെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻസിലും ഈ പറഞ്ഞ പോലെ ഗേറ്റ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും.
നമ്മുടെ സ്മാർട്ട് വാച്ചസ് എല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അഡീഷണലി വരുന്നൊരു ഫീച്ചറാണ് ജിയോ ഫെൻസിങ് എന്ന് പറയുന്നത്. നമുക്ക് ലൊക്കേഷൻ ഒരു ഇൻപുട്ടായിട്ട് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഗേറ്റ് ഓപ്പൺ ആവുക, ഗേറ്റ് ക്ലോസ് ആവുക, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഒരു ടെക്നോളജിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതർ അഡീഷണലി വീണ്ടും വരുന്ന കുറേയധികം കാര്യങ്ങളിൽ ആണ് ഈ പറയുന്ന മൾട്ടി റൂം ഓഡിയോ. അത് വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൾട്ടി റൂം ഓഡിയോ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ സ്പീക്കേഴ്സ് എല്ലാ റൂംസിലും ഉണ്ടാവും. നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ബെഡ്റൂംസ് എല്ലാം ഡിഫറെൻറ്റ് സോൺസ്. ഓക്കെ, ആ ഡിഫറെൻറ്റ് സോൺസിലും സെയിം പാട്ട് വേണമെങ്കിൽ നമുക്ക് മൾട്ടി റൂം ഓഡിയോ വഴി എല്ലായിടത്തും ഓഡിബിളായിട്ട് കേൾക്കുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ സോൺസിനെ ഡിഫറെൻ്റ് ആയിട്ട് വേർതിരിച്ചുകൊണ്ട് പല പല റൂമുകളിൽ പല പല പാട്ടുകൾ കാര്യങ്ങളെല്ലാം പ്ലേ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതിൻ്റെ തന്നെ നെക്സ്റ്റ് വേർഷനാണ് മൾട്ടി റൂം വീഡിയോ. മൾട്ടി റൂം വീഡിയോയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല പല റൂമുകളിലും പല പല ഏരിയാസിലും കാണാനായിട്ടും സെയിം സംഭവം തന്നെ പ്ലേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഓട്ടോമേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്ററിങ് കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ പൂൾ കവർ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ പൂള് കവർ ചെയ്യുന്ന സംഭവം എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇറിഗേഷൻ സിസ്റ്റം, സ്പ്രിങ്ക്ലർ സിസ്റ്റംസ് എല്ലാം നമുക്ക് സ്കെഡ്യൂളേഴ്സ് വെച്ചിട്ടും ടൈമേഴ്സ് വെച്ചിട്ടും എല്ലാം സിമ്പിളായിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അത് നമുക്ക് മൊബൈലിൽ നിന്നും എല്ലാ ഇതിൽ നിന്നും കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കും. പിന്നെ സ്കൈലൈറ്റ് ഓട്ടോമേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മുടെ പല വീടുകളിലും റൂഫിലും ഗ്ലാസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൂവബിൾ ഗ്ലാസ് ആണല്ലോ. അതായത് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവബിൾ ഗ്ലാസ്സസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാരേജ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഷട്ടേഴ്സ്, നമ്മുടെ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാറെല്ലാം പാർക്ക് ചെയ്യുന്ന ഏരിയാസിലെല്ലാം ചിലർ ഷട്ടേഴ്സ് കൊടുക്കാറുണ്ട് അവരുടെ ഗ്യാരേജിന് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ സെൻസേഴ്സിന് പകരം ഗ്രില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഷട്ടർ ഒരു പ്രൊട്ടക്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണെങ്കിലും അതിനെ തുറക്കാനും അടയ്ക്കാനും അതുപോലെ സ്കെഡ്യൂൾ ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് യൂസ് ചെയ്തിട്ടോ മൊബൈൽ യൂസ് ചെയ്തിട്ടോ അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗേറ്റിന് വേണ്ടിയിട്ട് ഒരു DB എന്നൊരു സപ്ലൈസ് ഇല്ല. അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്വിച്ച് പാനലിൽ നിന്ന് ഈ പറയുന്ന ഗേറ്റിലോട്ട് അതിനെ ട്രിഗർ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനൊരു ഉള്ള വയേഴ്സ് ഇല്ല. അതുപോലെ ഷട്ടർ ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു സപ്ലൈസ് ഇല്ല. അതിനെ അപ്പ് ഡൗൺ, അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഫോർവേഡ് റിവേഴ്സ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കേർട്ടൻ ആണെന്നുണ്ടെങ്കിലും ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും ഷട്ടർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് DC സിസ്റ്റത്തിൽ സാധാരണ നോർമൽ വയറിങ്ങിൽ കൂടി തന്നെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്പ്രിങ്ക്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സോളിനോഡൽ വാൽവ് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും. സോളിനോഡൽ വാൽവ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മോട്ടറും പ്രഷർ പമ്പും വാൽവ് യൂസ് ചെയ്തിട്ടോ എല്ലാം യൂസ് ചെയ്യാം. നമ്മുടെ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെഡുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വെറുതെ ഒരു അല്ലെങ്കിൽ വളരെ 2-3 സ്പ്രിങ്ക്ലർ അല്ലെങ്കിൽ 2-3 വാൽവൊക്കെ വളരെ ലിമിറ്റഡ് ഏരിയ മാത്രം നനയ്ക്കാൻ ആവശ്യമുള്ള ഒരാളോട് നമ്മൾ എല്ലാ സാധനവും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഹെഡുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പർ സ്പ്രിങ്ക്ലർ വാൽവ്, സോളിനോഡൽ വാൽവ് അല്ലെങ്കിൽ ആ വാട്ടർ സോഴ്സിൻ്റെ അവിടെ സോളിനോഡൽ വാൽവ് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ക്ലേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ്, ഫാൻ, AC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാരണ വയറിങ് തന്നെയാണ്. ആ വയേഴ്സ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ VRF ചോദിക്കുന്നവരുണ്ട്. VRF ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതിനെ ഓണാക്കാനും ഓഫാക്കാനും സാധാരണ വയറിങ്ങിൽ കൂടെ സാധിക്കും. അതുകൂടാതെ ടെമ്പറേച്ചർ കൺട്രോൾ അങ്ങനത്തെ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കൂൾ മാസ്റ്റർ അല്ലെങ്കിൽ കൂൾ ഓട്ടോമേഷൻ പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു സമ്മറി പോലെ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ HVAC സൊല്യൂഷൻസ് പറഞ്ഞു. അതാണിപ്പോൾ AC, VRF, ഡക്റ്റബിൾ AC അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓട്ടോമേഷനിലൂടെ
അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് കൺട്രോൾ ചെയ്യാം, അത് മൊബൈൽ ആപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, അത് നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റും നമ്മുടെ റിക്വയർമെൻറ്റും അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റിംഗ് സൊല്യൂഷൻസ് വരുമ്പോഴത്തേക്കും ലൈറ്റുകളുടെ എല്ലാം ഓൺ ഓഫ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മൊബൈലിൽ നിന്ന് അതിൻ്റെ ഓൺ ഓഫ് ചെയ്യാം, ലൈറ്റിൻ്റെ കളർ തീംസ് മാറ്റി കൊടുക്കാം, ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, ബ്രൈറ്റ്നസ് കുറയ്ക്കാം, പിന്നെ ഓരോ റൂമിനും വേണ്ട ആംബിയൻസ് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ലൈറ്റിംഗ് സൊല്യൂഷൻസിൽ വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് സൊല്യൂഷൻസിൽ ഈ പറഞ്ഞ പോലെ മൾട്ടി റൂം ഓഡിയോ, മൾട്ടി റൂം വീഡിയോ, അല്ലെങ്കിൽ ഹോം തിയേറ്റേഴ്സ്, സ്പീക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെഷനിൽ ഓട്ടോമേഷനിൽ കവേർഡ് ആയിട്ട് പോകും. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഘടകമായ ഗേറ്റ് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം, റിമോട്ടിൽ നിന്ന് യൂസ് ചെയ്യാം, മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യാം, വീടിൻ്റെ അകത്ത് സ്വിച്ചിൽ നിന്ന് യൂസ് ചെയ്യാം, എല്ലാ രീതിയിലും അതിനെ ആക്സസ് ചെയ്യാം. ഷട്ടേഴ്സ് സിമിലർ വേയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കേർട്ടൻസ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്, എല്ലാ രീതിയിലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോട്ടറൈസ്ഡ് ആകണമെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സ്പ്രിംഗ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈംസ് കാര്യങ്ങൾ സ്കെഡ്യൂളേഴ്സ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ ടൈം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ CCTVs ആണെന്നുണ്ടെങ്കിലും ഇൻ്റഗ്രേഷൻ പോസിബിൾ ആണ്. ഒരു സിംഗിൾ ആപ്പിൽ നിന്ന് തന്നെ അത് സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷൻസും അത് കാണാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും. അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റംസ് ആം ചെയ്യുക, ഡിസാം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം മൊബൈലിൽ നിന്ന് ആം ചെയ്യാം, മൊബൈലിൽ നിന്ന് തന്നെ ഡിസാം ചെയ്യാം. അതായത് ഇതെല്ലാം എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡോറ് തുറക്കുമ്പോഴും എപ്പോഴും നമ്മൾ നടക്കുമ്പോഴൊക്കെ അലാറം അടിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ റുട്ടീനായിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ആക്റ്റീവ് ആക്കുക, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അത് ഡിസാം ചെയ്യുക, അത് നമുക്ക് സ്കെഡ്യൂളറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡോർ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സ്മാർട്ട് ഡോർ ലോക്ക്സ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്കതിനെ തുറക്കാനും അടക്കാനും മൊബൈൽ യൂസ് ചെയ്ത് അങ്ങനെ എല്ലാ രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വീഡിയോയുടെ ഓഫാണ്, പുറമേ നിന്നുള്ള ആൾക്കാരായിട്ടെല്ലാം നമുക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൽ വീഡിയോ അകത്തുനിന്ന് കണ്ടിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വീഡിയോയുടെ ഓഫാണ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള അപ്കമിങ് ട്രെൻഡ്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് 2019 ഡിസംബറിൽ ഞാൻ കണ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ 2020 വരാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ ഉള്ള ഡിസ്കഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആപ്പിൾ, ഗൂഗിൾ, അതുപോലെ യെയിൽ, അലക്സ ഇവരെല്ലാവരും സിഗ്ബി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ലോഞ്ച് ചെയ്യാനും സിഗ്ബി ബേസ്ഡ് ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് എല്ലാവർക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഹോം ഓട്ടോമേഷൻ ടെക്നോളജിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് സിഗ്ബി. ഓക്കെ, നമ്മൾ ഇനി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇനി കൂടുതൽ കേൾക്കാൻ പോകുന്നതും എല്ലാം ഇതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് സാംസങ്ങിൻ്റെ സ്മാർട്ട് തിങ്സ്, അതുപോലെ ഷാമിയുടെ ബട്ടൺ ക്യൂബ്, അതുപോലെ ഫിലിപ്സിൻ്റെ ഹ്യൂ, പിന്നെ യെയിലിൻ്റെ ഡോർ ലോക്ക്, ഇതെല്ലാം ആക്ച്വലി സിഗ്ബി എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി സിഗ്ബി കോമ്പാറ്റബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേഷൻസ് ആണ് നമ്മുടെ DCS കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം അതിൽ സിഗ്ബി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻ്റഗ്രേഷൻസും അതിൽ പോസിബിളായിട്ട് വരുന്നതാണ്. പിന്നെ ഇനി ഭാവിയിൽ വരുന്നത് എന്തും ഏതുമായിട്ട് ഓട്ടോമേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിനാരിയോയിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഗാഡ്ജറ്റ്സ്, സ്മാർട്ട് വാച്ചസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ചസ് നമ്മുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര സ്റ്റെപ്പ് നടക്കുന്നു, നമ്മുടെ ഹേർട്ട് ബീറ്റ് എത്രയാണ്, നമ്മൾ എത്ര നേരം ഉറങ്ങുന്നു, എല്ലാ കാര്യങ്ങളും അതിൽ ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ആയി വന്ന് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട് പല കാര്യങ്ങൾ, എന്നാലും കുറച്ചും കൂടി മുമ്പാവിൽ അടിപൊളിയാവും എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻസിൽ പുതിയ പുതിയ ഗാഡ്ജറ്റ്സ്, പുതിയ പുതിയ സിസ്റ്റംസ്, അതുപോലെ പല പല സ്മാർട്ട് തിങ്സ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി ഫ്രിഡ്ജിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്രിഡ്ജിൻ്റെ അകത്ത് ഏതൊക്കെ സാധനങ്ങൾ തീർന്നു, മിൽക്ക് തീർന്നു, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഇനി പർച്ചേസ് എന്നാണ്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫ്രിഡ്ജ് തന്നെ ആമസോണിൽ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിൽ ഓർഡർ ചെയ്യുക. അതൊക്കെ ഇപ്പോഴും ചിലത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു എക്കോ സിസ്റ്റം പോലെ, അല്ലെങ്കിൽ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ വന്ന്
ചേർന്ന് ഇതെല്ലാം ഒരു ഓട്ടോമേഷൻ്റെ പാർട്ടായിട്ട് മാറാം. അതുപോലെ ഇപ്പോൾ ഓട്ടോമൊബൈൽസിലൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ഓട്ടോ പൈലറ്റ് കാർസ്, അങ്ങനെ ടെസ്ല, അങ്ങനെ പല പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭാവിയിൽ വരുന്ന ട്രെൻഡ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വന്ന് ഓട്ടോമേഷനിൽ വന്ന് നിൽക്കും എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഞാൻ എൻ്റെ പാർട്ടിൽ നിന്ന് എനിക്കറിയാം ഇത് വളരെ ഒരു ചെറിയ സെഷൻ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻഡെപ്ത് കുറേയധികം കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടില്ല എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടാവാം. ഇതിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് സിമ്പിൾ നോർമൽ വയറിങ്ങിൽ ചെയ്യുന്ന ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ടെക്നോളജി, അതായത് ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും അങ്ങനെ പല സിസ്റ്റംസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോർമൽ വയറിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഇൻ്റഗ്രേഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു ഓവർവ്യൂ ആണ് എല്ലാ സിസ്റ്റത്തിനെ കുറിച്ചും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് KNX സിസ്റ്റം ഡിസ്കസ് ചെയ്തു, DCS സിസ്റ്റം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. DCSന് KNXലും കുറച്ചും കൂടി അഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. KNXന് കുറച്ചും കൂടി DCSനേക്കാൾ അഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊമേഴ്ഷ്യൽ സിസ്റ്റത്തിലൊക്കെ കുറച്ചും കൂടി അതായത് കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയൽ സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി KNX സിസ്റ്റം ആയിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ ആവുക. പക്ഷെ ഒരു വീടിൻ്റെ ഓട്ടോമേഷൻ സംബന്ധിച്ച് കുറച്ചും കൂടി നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്കും അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനും ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിനും ആർക്കിടെക്ട്സിനും അതുപോലെ എല്ലാവർക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ക്ലയൻസിന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും ബെറ്റർ സർവീസ് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കുറച്ചും കൂടി DCS സിസ്റ്റത്തിൽ വരുമ്പോഴായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെയും ഉണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ വൈഫൈ സ്വിച്ചസ് ഉണ്ട്, ടച്ച് സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമുണ്ട്. അലക്സയായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ ഇൻസേർട്ടിംഗ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആക്ച്വലി നമ്മുടെ നോർമൽ സ്വിച്ചിൻ്റെ ബാക്കിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ താമസിച്ച വീട്ടിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ അങ്ങനെ പല പല രീതിയിലുള്ള പല പല സിസ്റ്റംസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് നോർമൽ വയറിങ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ട്രെൻഡിന് ഒപ്പം പോവാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വീടുകളായിട്ടെല്ലാം ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള എല്ലാ ആൾക്കാരെയും മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൺസിഡർ ചെയ്യുക, ഇതിൻ്റെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക, എല്ലാ ടെക്നോളജിയും പഠിക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക, എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ പുതിയ പുതിയ സിസ്റ്റംസ് പഠിക്കാനും അത് ചെയ്യാനുമുള്ള താല്പര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിലോട്ട് പുതിയ സിസ്റ്റംസ് എത്തിച്ചേരുള്ളൂ. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം സിസ്റ്റത്തിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ ഒപ്പം തുഴഞ്ഞു പോകാനായിരിക്കും നമുക്ക് സാധിക്കുക. ഇനിയുള്ള കാലത്ത് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എല്ലാവർക്കും, അതായത് ആസ് എ പോയിന്റ് കസ്റ്റമറിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും, ക്ലയൻസിന് ഒബ്വിയസ്ലി നല്ല ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ നമ്മൾ പണി ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ ഒരു ഇത്രയും നാളായിട്ട് ചിലപ്പോൾ ഒരു ഓട്ടോമേഷൻ പോലും ചെയ്യാത്തൊരു ഇലക്ട്രിക്കൽ ടീം ഉണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഇനി അടുത്ത പ്രൊജക്ട്സിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു ഇലക്ട്രീഷ്യൻ ഫൈനലാക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടോ, ഇതിനു മുന്നേ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസോടെ നമ്മൾ ഇന്നടത്ത് ഇന്ന സിസ്റ്റം ചെയ്തിട്ടുണ്ട്, നമ്മളതിൽ കോൺഫിഡൻ്റ് ആണ്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബേസിക്കലി ഈ ഒരു ചെറിയൊരു സെഷൻ കൊണ്ട് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ.
ഇൻസ്റ്റാൾ ടീമിനോടും സോൺസിനോടും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.